വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. നമ്മളിന്ന് വീണ്ടും ഒരു റൈഡ് വീഡിയോ ആണ്. ഏലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ എന്തോ വാട്ടർഫാൾസ് ആണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഹൈ റേഞ്ച് ആണ്. ഞാനിപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 140 കിലോമീറ്റേഴ്സാണ് അങ്ങോട്ട് കാണിക്കുന്നത്. എൻ്റെ കൂടെ വേറെയും 7 പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഇലക്ട്രോണിക് സിറ്റിയിൽ ഒരു ഹോക്ക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ജിമ്മുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ഹോക്ക് ഫിറ്റ്നസ്സിന് അങ്ങോട്ട് പിടിക്കാം. സമയം രാവിലെ 4:30. ഇവിടെ ബാംഗ്ലൂർ ഒരു 3 ദിവസമായിട്ട് തകർത്ത് മഴ പെയ്യായിരുന്നു എല്ലാ ദിവസവും. ഒരു വൈകുന്നേരം 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് വൃത്തികേടായിട്ടിരിക്കുകയാണ്, ചെളിയൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാവരും എത്തി. മൊത്തം 9 വണ്ടികളുണ്ട്. 9 പേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ മാപ്പിട്ട് ഫോണിൻ്റെ ചാർജ് കളയുന്നില്ല. അപ്പോൾ ഇവിടുന്ന് 140 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. ഹൊസൂറാണ് ആദ്യത്തെ ബ്രേക്ക് എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും കോഫി കയറാണ്ടൊരു ക്ഷീണമുണ്ട്. അങ്ങനെ നമ്മൾ ഹൊസൂർ റോഡ് കയറി. വലിയ ബഹളമൊന്നുമില്ല. ലോങ് വീക്കെൻഡ് ആണല്ലോ, അതുകൊണ്ട് ആരും ഇവിടെയൊന്നുമില്ല. എല്ലാവരും നാട്ടിൽ പോയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ ഈ കാണുന്നതാണ് അമ്മൻ ടീ സ്റ്റോൾ. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഹൈവേ പിടിക്കുന്നതായിരിക്കും. ഇവിടുന്ന് എത്ര ദൂരം കാണിക്കുന്നുണ്ട്? അപ്പോൾ ഇവിടെ നിന്ന് 121 കിലോമീറ്റേഴ്സാണ്. ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂർ, 2 hours 20 minutes. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് 120 കിലോമീറ്റർ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 80 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. പകുതി വഴി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സമയം രാവിലെ 6:30. ഞങ്ങൾ ആക്ച്വലി സൺറൈസ് ഏലഗിരിയിൽ നിന്ന് കാണണമെന്നുള്ള പ്ലാനിലാണ് ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ റൈഡ് തുടങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് 5 മണിയായി. അത് സൺറൈസൊക്കെ കാണണമെങ്കിൽ കുറഞ്ഞത് ഒരു 3 മണിക്കെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഞങ്ങളൊരു ആവറേജ് 100-110 പിടിച്ചിട്ടാണ് പോകുന്നത്. കൂട്ടത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ബൈക്സൊക്കെ 400cc അബോവാണ്. നമ്മുടെ CV 350 ഒരു ക്ലാസിക് 350 മാത്രമാണ് കുറച്ച് അണ്ടർ പവർഡ് എന്ന് പറയാനുള്ളത്. പക്ഷേ എങ്കിൽ തന്നെ ആരും അങ്ങനെ കൈ കൊടുത്തൊന്നും പോകുന്നില്ല. എല്ലാവരും മാക്സിമം ഒരു 100-110 ഒക്കെ പിടിച്ചാണ് പോകുന്നത്. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ഇടയ്ക്ക് ബാക്കിലായി പോവുക അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. 2 പേര് ഫ്യൂൽ അടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബൈക്സൊക്കെ ഒന്ന് ലൈനപ്പ് ചെയ്ത് വെറുതെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ബൈക്സിൻ്റെ ലൈനപ്പ് ഇതാണ്. RS 457 ഉണ്ട്, ട്രയംഫ് സ്ക്രാംബ്ലർ 400X ഉണ്ട്, എൻ്റെ CB 350, ഒരു ഡ്യൂക്ക് 250, ഒരു ഹിമാലയൻ 411, ഒരു ഗൊറില്ല 450, ഒരു ഡോമിനാർ 400. പിന്നെ ഫ്യൂൽ അടിച്ചത് നമ്മുടെ ബാക്കിൽ വരുന്ന ക്ലാസിക് 350, ഒരു 390 അഡ്വഞ്ചർ എക്സും ഉണ്ട്. അങ്ങനെ മൊത്തം 9 ബൈക്കുകളാണ് ഇന്നുള്ളത്. അങ്ങനെ സമയം 7 മണി. സൂര്യനിങ്ങനെ ഉദിച്ച് പൊങ്ങി നിൽപ്പുണ്ട്. ഒരു 3:30 എണീറ്റതാണ്. ഒരു ബ്ലാക്ക് കോഫി മാത്രമാണ് കുടിച്ചേക്കണേ. ചെറിയ രീതിക്കുള്ള വിശപ്പും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 90 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1 hour ജേർണി ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 55 കിലോമീറ്റേഴ്സാണ് ഇവിടെ നിന്നുള്ളത്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് 5 മണിക്കാണ്. അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ചൂട് പീക്കാവുന്നതിന് മുന്നേ തിരിച്ച് ഇലക്ട്രോണിക് സിറ്റി എത്താൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂട് കൊണ്ടൊന്നും പുഴുകേണ്ടി വരും. വേറെ പ്രശ്നമൊന്നുമില്ല. ചെന്നൈ റൂട്ടാണ് നമ്മൾ പോകുന്നത്. റോഡ് ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. നമുക്ക് നേരെ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നേരെ കണ്ടോ, ഏതോ ഒരു മലനിരകളുടെ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഇനി ഹാർഡ്ലി ഒരു 40 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരാൾ മാത്രം വഴി തെറ്റിപ്പോയി. പുള്ളി അത്യാവശ്യം കൈകൊടുത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സർവീസ് റോഡ് കയറണമായിരുന്നു. പുള്ളി അത് ശ്രദ്ധിച്ചില്ല. പുള്ളി അപ്പോൾ നേരെ പോയി അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ഹൈവേ പോലെയൊന്നും അല്ല. മുട്ടിന് യൂട്ടേണൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് വളഞ്ഞു വന്നു കഴിഞ്ഞാൽ എവിടെ പോയി തിരിച്ചു വരണമെന്ന് അറിയില്ല. പിന്നെ 390 ആണ്. അപ്പോൾ പടയെന്നുണ്ടെങ്കിൽ എത്തും. അങ്ങനെ നമ്മൾ ഹൈവേ എന്നൊക്കെ മാറി ഒരു നാട്ടിൻപുറം റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ CB 350 എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒരു 100-110 ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു CB 350 നോക്കിയാൽ മതി. നിങ്ങൾ ഗ്രൂപ്പ് റൈഡൊക്കെ പോകുമ്പോൾ ഒരു ആവറേജ് 120-130 ഒക്കെ പിടിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ CB 350 നോക്കണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാനിപ്പോൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. ഞാൻ ഈ വണ്ടി വാങ്ങിച്ച സമയത്ത് എൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ടു ബാംഗ്ലൂർ ഞാനും എൻ്റെ വൈഫും കൂടെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് വരുമായിരുന്നു. നമ്മളൊരു 100-110 ഒക്കെ മാക്സിമം പോകാറുണ്ടായിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഈ ഗ്രൂപ്പ് റൈഡ്സൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ
എല്ലാ വണ്ടികളും 400cc അബോവാണ്. അപ്പോൾ എല്ലാവരും മിനിമം ഒരു 120 പിടിച്ച് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു 100-110 ആണ് ആ ഒരു കംഫർട്ടബിൾ ക്രൂസിങ് സ്പീഡ് വരുന്നത്. CB350 ഒരു 90 km സ്പീഡിൽ പോകുന്ന പോലെയാണ് 400cc അബോവുള്ള എല്ലാ വണ്ടികളും ഒരു 120 km സുഖമായിട്ട് ക്രൂസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു 120 and above ക്രൂസ് ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഹോണ്ട CB350 നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കില്ല. ഈ കാണുന്ന മലയുടെ മേലോട്ടായിരിക്കും നമ്മൾ കയറി തുടങ്ങാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇവിടുന്ന് യലഗിരി 14 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എന്തോ ട്രെക്കിംഗ് പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. ഓ നൈസ്. നമ്മളൊരു ഗ്രൂപ്പ് റൈഡൊക്കെ പോകുമ്പോൾ എസ്പെഷ്യലി 5 പേര് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പൊതുവേ സ്പീഡ് കുറയും. ചിലർ അപ്പോൾ അതൊക്കെ ഒരു 80-90 ഒക്കെ പിടിച്ച് വരും. ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു 100 ഒക്കെ പിടിച്ചായിരിക്കും പോകുന്നുണ്ടാവും. ഇപ്പോൾ ബാക്കിലത്തെ ആൾക്കാർ ഭയങ്കര ഗ്യാപ്പ് വരുമ്പോൾ പെട്ടെന്ന് ഗ്രൂപ്പ് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിപ്പോൾ നമ്മൾ ആരാണെങ്കിലും ഗ്രൂപ്പ് റൈഡൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ആരാണോ ഉള്ളത് അവരുടെ ഒരു 10 അല്ലെങ്കിൽ 20 മീറ്റേഴ്സ് പിടിച്ച് നമ്മളിപ്പോഴും വരണം. അതിൽ കൂടുതൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഡീവിയേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലായി പോയി കഴിഞ്ഞാൽ അത് മിസ്സായി പോകും. അപ്പോൾ വീണ്ടും നമ്മൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഹെയർ പിന്നുകൾ കയറി തുടങ്ങി. ഫസ്റ്റ് ഹെയർ പിന്നാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇവിടെ എത്തിയപ്പോഴേക്കും ചെറിയൊരു തണുപ്പൊക്കെ കയറി തുടങ്ങി കേട്ടോ. പക്ഷെ കൊള്ളാം, റോഡ്സൊക്കെ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ആൾക്കാരങ്ങനെ വൃത്തികേടൊന്നും ആക്കിയിട്ടില്ല. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. റൈറ്റ് സൈഡ് താഴത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സുഖമൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ വ്യൂ ഉണ്ടോ? ഒരു രക്ഷയില്ല. അവിടെ ജസ്റ്റ് നമ്മളൊന്ന് വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. മേലോട്ട് ഇനി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേർഡ് പാർക്ക് ഉണ്ട്, വാട്ടർഫാൾ ഉണ്ട്, ചെറിയൊരു ട്രക്കിംഗ് പോകാനുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ ചെറിയ രീതിക്കുള്ള വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. സമയം രാവിലെ 8:10. ഇവിടെ മേളിൽ 2-3 ഹോട്ടൽസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കൂട്ടത്തിലുള്ള പലരും ഇവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ വിശപ്പുള്ള സ്ഥിതിക്ക് എവിടെയും നിർത്തി എന്തെങ്കിലും ഒന്ന് കഴിക്കണം, എന്നിട്ടേ ബാക്കിയുള്ള കാഴ്ച കാണലുണ്ടാവുള്ളൂ. ഈ ഗാർഡ് സെക്ഷനിലെ വ്യൂ ഒരു രക്ഷയില്ല. പതിനാല് ഹെയർ പിന്നാണുള്ളത്. 14 ഹെയർ പിൻ കയറിയായിരുന്നല്ലേ? ശരി. നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പാർക്ക് ചെയ്യണമോ? കൊള്ളാം. അത്യാവശ്യം ബൈക്കുകൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട്. നല്ല തണലാണ്. സമാധാനത്തിൽ നിന്ന് കഴിക്കാം. അപ്പോൾ വിശപ്പിൻ്റെ വിളി മുട്ടി നിൽക്കുകയാണ്. പോയി എന്തെങ്കിലും കഴിക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇഡ്ഡലി ഉണ്ടായിരുന്നു, കൂട്ടത്തിലുള്ളൊരു എഗ്ഗ് ദോശ കഴിച്ചു, നല്ലൊരു ലൈം ടീ കിട്ടി. പിന്നെ ഇവിടെ നിന്ന് നമ്മളൊരു വാട്ടർഫാൾസിലോട്ട് പോകാം. ആ വാട്ടർഫാൾസിൻ്റെ പേരെന്താ പറഞ്ഞത്? മയിൽപ്പാറ. ഒന്നൂടെ. അപ്പോൾ നമ്മളിവിടുന്ന് മയിൽപ്പാറ വാട്ടർഫാൾസിലോട്ടാണ് പോകുന്നത്. ഒരു 10 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ചൂട് അത്യാവശ്യം കയറി തുടങ്ങിയിട്ടുണ്ട്. സമയം രാവിലെ 9:45. വാട്ടർഫാൾസിലോട്ടുള്ള വഴി എത്തിയപ്പോഴേക്കും റോഡൊക്കെ ഇത്തിരി ഓഫ് റോഡായി തുടങ്ങി. അത്യാവശ്യം ചൂട് ആയി തുടങ്ങി. സമയം കൃത്യം 10 മണി. ഇതാണോ വഴി? RS കയറി പോവോ? അതെ, പോവില്ല. അപ്പോൾ അതിൽ വഴിയില്ല എന്നാണ് ഈ ചേട്ടൻ പറയണത്. ഈ ചേട്ടൻ്റെ അടുത്ത് ലോക്കലാണ്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അതിൻ്റെ വഴിയില്ല എന്നുള്ളത്. ഇപ്പോൾ കിട്ടിയ വാർത്ത അവിടെ വെള്ളമില്ല അത്രേ, അതുകൊണ്ട് പോണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ മയിൽപ്പാറ വാട്ടർഫാൾസ് വേണ്ടെന്ന് വെച്ചു. ഈ കാണുന്ന ചേട്ടനാണ് പറഞ്ഞത് അവിടെ വെള്ളമൊന്നുമില്ല, അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത്. പിന്നെ കാണണമെങ്കിൽ അതിലെ ചുറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞു. പിന്നെ ഈ ചൂട്ടത്ത് വെറുതെ അവിടെ മേലെ ഓടിച്ചു പോയി ഒന്നും കാണാനില്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ? ചുമ്മാ ഈ ബോർഡ് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഏലഗിരി ഹിൽസ്. ആദ്യം നിർത്തിയത് ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ്. ആൾക്കാർ നിൽക്കുന്ന സ്ഥലം കണ്ടോ? നമ്മൾ അവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്ത് ഫോട്ടോ എടുത്തത്. യെസ്. യൂക്കാലിപ്റ്റസിൻ്റെ മണം, ആ മരത്തിൻ്റെ വ്യൂ, തണുപ്പ്, ഒരു രക്ഷയില്ല.
എനിക്ക് പെട്ടെന്ന് നമ്മുടെ വട്ടവടയൊക്കെ എത്തിയൊരു ഫീല് കൊള്ളാട്ടോ. ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏലഗിരി വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ സൺഡേ ആയിട്ടും കൂടി അങ്ങനെ ഭയങ്കരമായിട്ട് തിരക്കൊന്നും ഇവിടെ കാണുന്നില്ല. നമ്മൾ ഭൂമിയിലേക്ക് എത്തി. ഒരു കാര്യം കാണിച്ചത്തെ, ആ നേരെ കാണുന്ന വെള്ള മതിൽ കണ്ടോ, നമ്മൾ അവിടെയാണ് ആദ്യം ബൈക്ക് നിർത്തി ഫോട്ടോ എടുത്തത്. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ താഴെ എത്തി. നൈസ്. സമയം ഉച്ചയ്ക്ക് 12 മണി. ചൂട് ഒരു രക്ഷയില്ല. ഇന്നത്തെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 200 കിലോമീറ്റർ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ ഫുള്ള് കാട് നിറഞ്ഞ വഴി കൂടെ യാത്ര ചെയ്യുകയാണ്. അവിടെ ഇവിടെയൊക്കെ തണൽ കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഒരു 15 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഒരു ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് യാത്രയുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. 9 പേരും അത്യാവശ്യം വശകേടായിട്ടുണ്ട് ചൂട് കയറിയിട്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അബാദു ഹിൽസ് എന്നാണ് ഹിൽസിന്റെ പേര്. അവിടെ ഭീമ ഫോൾസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ നിർഭാഗ്യവശവും ദൈവത്തിന്റെ കാരണത്താൽ നമുക്കിപ്പോൾ വെള്ളം ഇല്ലാത്ത വാട്ടർഫോൾസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വാട്ടർഫോൾസ് ഇല്ല, വെള്ളം ഇല്ലാത്ത വാട്ടർഫോൾസ്. അങ്ങനെ അമ്പലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് ഹൈവേ പിടിക്കല്ലേ, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം എന്നുള്ള ഒരു പരിപാടിയിലേക്ക് എത്തി. അപ്പോൾ മാപ്പ് ഇട്ടു. അപ്പോൾ വീട്ടിലോട്ട് 3 മണിക്കൂർ 22 മിനിറ്റാണ് കാണിക്കണം. 171 കിലോമീറ്റേഴ്സ്. ചൂടേ ഒരു രക്ഷയില്ല. ഒടുക്കത്തെ ചൂട് കാരണം ഗോപ്രോ വരെ ഹാങ് ആയിപ്പോയി. ഒരു കുപ്പി തണുത്ത വെള്ളം മേടിച്ച് തലയിൽ കൂടെ മേത്ത് കൂടെ കോരി ഒഴിച്ചു. ഇനിയൊരു 160 കിലോമീറ്റർ ഉണ്ട്. ഓൾമോസ്റ്റ് 3 hours ആണ്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നേരെ റോട്ടിലേക്ക് വെച്ച് പിടിക്കും. ഈ ഫ്രണ്ടിൽ പോണ വണ്ടി കണ്ടോ, ഞാൻ ആദ്യം കരുതി ഇൻ്റർസെപ്റ്റർ ആണെന്നാണ്. ഇത് കണ്ടോ, അപ്പോൾ ബാക്കിലെത്തിയപ്പോൾ ഹിമാലയനായി, സൈഡിലോട്ട് വന്നപ്പോൾ സ്റ്റാൻഡേർഡ് 350 ആയി. ഇത് കണ്ടോ, ടാങ്ക് ഇൻ്റർസെപ്റ്ററിൻ്റെ ആണ്, ഹെഡ്ലൈറ്റ് ഇൻ്റർസെപ്റ്ററിൻ്റെ ആണ്. പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഏത് വണ്ടിയാണെന്നൊരു തരത്തിലും മനസ്സിലാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലാസിക് 350 ആണ്. ഒരു പ്രത്യേക രസമുണ്ട് കാണാൻ വണ്ടി എന്തായാലും. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.